കുൻഫു പാണ്ട 4 ഓൾറെഡി തിയേറ്റർ റിലീസായ മൂവിയാണ്. ഇപ്പോൾ ഡിജിറ്റലി റിലീസായിട്ടുണ്ട്. കണ്ടു നോക്കി ഞാൻ. എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ ഒരു നൈസ് മൂവിയാണ്. അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ആനിമേഷൻസ് ആയാലും ആ ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു സ്റ്റോറി ലൈനും എല്ലാം നൈസാണ്. പക്ഷേ ആസ് ഒരു കുൻഫു പാണ്ട ഫ്രാഞ്ചൈസി ലവർ അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ 3 പാർട്ടിൽ കണ്ട ആ ഒരു വൈബും ആ ഒരു ഗുമ്മുണ്ടല്ലോ അത് ഈ സിനിമയിൽ തരാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഫ്യൂരിയസ് ഫൈവ് എന്ന ടീം ഈ ഒരു മൂവിയിൽ ഇല്ല. ഇപ്പൊ തന്നെ സിനിമ ഡൗൺ ആണ്. ആൻഡ് സ്റ്റോറി ആയാൽ പോലും കുഴപ്പമില്ല. ലൈക്ക് ഒരു സ്പിൻ ഓഫ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ 3 പാർട്ടിൽ നിന്ന് മാറ്റി നിർത്തി നോക്കുവാണെങ്കിൽ ഓക്കെയാണ്, നൈസായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. ആ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിഡിക്റ്റബിൾ ആണ്. നമുക്ക് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ സ്റ്റോറി അറിയാം. പക്ഷെ എന്നാൽ ആ ഒരു ഫസ്റ്റ് 3 മൂവീസ് ആ ഒരു കുൻഫു പാണ്ട 1 2 3 വരെ ഉള്ള ഒരു സിനിമ തന്ന വൈബും അല്ലെങ്കിൽ ആ എൻ്റയർ മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഈ ഒരു മൂവിയിൽ എവിടെയും കിട്ടുന്നില്ല. എന്തിനോ വേണ്ടി ലൈക്ക് ഒരു പൈസ ഒക്കെ ടൈറ്റ് ആയി പോയി അതുകൊണ്ട് ഒരു സിനിമ ഇറക്കിയിട്ട് പൈസ തിരിച്ചു പിടിക്കാം എന്ന രീതിയിലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ മാത്രം ഒപ്പീനിയനാണ്. കാരണം കുൻഫു പാണ്ട എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസിൽ ആദ്യത്തെ 3 പടം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ഇത് അത്ര മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു വലിയ ഫ്രാഞ്ചൈസിൽ ഒരു മൂവി അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇത്രയും ഫസ്റ്റ് 3 മൂവീസ് ഇത്രയും ലെവലായിട്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ചും കൂടി ലെവൽ കൂടി ആയിട്ട് വരും. നമ്മൾ ആദ്യത്തെ 3 മൂവീസിൽ കണ്ടതിനേക്കാളും എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. പക്ഷെ അതിന്റെ 7 അയലത്ത് വന്നിട്ടില്ല എന്ന് പറയും കുൻഫു പാണ്ട 4. ഇതിൽ സ്റ്റോറി ലൈനൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്യാരക്ടേഴ്സും ആ ഒരു ഫ്യൂരിയസ് ഫൈവ് ഒഴിച്ച് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും കുൻഫു പാണ്ടയും ബാക്കി എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. പുതിയൊരു വില്ലൻ വരുന്നുണ്ട്, ഷേപ്പ് ഷിഫ്റ്റർ ആണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പക്ഷെ എന്നാൽ ആ ഒരു ഫസ്റ്റ് 3 മൂവി തന്ന ഒരു വൈബും ആ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മൾ ആ സിനിമ കാണുമ്പോൾ ചില ഫൈറ്റ് സീക്വൻസും അല്ലെങ്കിൽ ചില സീനൊക്കെ നമ്മളിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണത്തില്ല, അതൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീക്വൻസ് ഒന്നും എനിക്ക് ഈ ഒരു മൂവിയിൽ ഫീൽ ചെയ്തില്ല. ഇപ്പോഴും ഞാൻ ആ ഒരു ഫസ്റ്റ് പാർട്ടിലുള്ള ആ ഒരു ബ്രിഡ്ജിലുള്ള ഫൈറ്റ് ഒക്കെ എടുത്ത് കാണണം. അതൊക്കെ വേറെ ലെവൽ മേക്കിംഗ് ആയിരുന്നു. സോ അത് മാത്രമല്ല ബാക്കിയുള്ള 2 പാർട്സിലും അങ്ങനത്തെ അടിപൊളി സീക്വൻസും സീനൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ എന്തോ അതുമായിട്ട് ആ ഒരു ഫസ്റ്റ് 3 മൂവിയായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു ലെവലിന്റെ അടുത്തൂല എത്താത്ത രീതിയിലാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരക്ടർ ഉണ്ട്, സോ നമുക്കൊരു സിനിമ ചെയ്യാം, ആ ഒരു ഫ്രാഞ്ചൈസിൽ അടുത്ത സിനിമ ആകട്ടെ എന്ന രീതിയിൽ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ആയത്. കാരണം കുൻഫു പാണ്ട ഫ്രാഞ്ചൈസും ആ ഒരു മൂവിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ പറയണം. എനിക്ക് ഈ ഒരു മൂവി വർക്കായ ചോദിച്ചാൽ ഓക്കെ കണ്ടുകൊണ്ടിരിക്കും, നൈസായിട്ട് കണ്ടുപോകും. പക്ഷെ എന്നാലും ആ ഒരു ഫ്രാഞ്ചൈസിലെ മൂവിയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു 4th പാർട്ടാണ്, അതോടൊക്കെ കണക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റുന്നില്ല. ഇനി ഇതിനെ കണക്ട് ചെയ്ത് ഒരുപാട് മൂവ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. ഇതേ രീതിയിലാണ് പോകുന്നെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, അടുത്ത പാർട്ടോടെ നിർത്തിക്കോളൂ. കാരണം ഫ്യൂരിയസ് ഫൈവും അല്ലെങ്കിൽ അവരുടെ കുറെ സീക്വൻസ് ഒന്നും ഇല്ലാതെ പിന്നെ എന്ത് കുൻഫു പാണ്ട. കാരണം കുൻഫു പാണ്ടരോട് അവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടീം സെറ്റ് ആവുള്ളൂ. സോ അങ്ങനത്തെ ഒരു അപ്പിയറൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു ഫീൽ ശരിക്കും പറഞ്ഞാൽ എവിടെയോ ഒരു വൈബ് ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സ് നിറയത്തില്ല. ഓക്കെ കണ്ടു തീർത്തെന്നൊരു ഫീൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എനിക്ക്. സോ എന്തായാലും ഇതുവരെ കാണാത്തവരെയും കണ്ടു വെക്കുക. അത്ര മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാലും ആ ഒരു ഫ്രാഞ്ചൈസിൽ ഇതിനുമ്പോഴുള്ള മൂവീസ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവൽ എത്തിയിട്ടില്ല, അത്രേ ഉള്ളൂ. സോ ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.